ഞാനിവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു ബേസിക് വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. ഈ ലിസ്റ്റിനെ പോലുള്ള ഡമ്മികളെ വെച്ച് ആരാണ് ഭരിക്കുന്നത്? ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് കണ്ടു. അപ്പൊ ഒരു അടച്ചിട്ട മുറിയിൽ എങ്ങനെയായിരിക്കും? ജനറൽ ബോഡിയിൽ എല്ലാ നിർമ്മാതാക്കളുടെ മുന്നിൽ വെച്ച് പോലീസ് അകമ്പടിയോടുകൂടി വന്ന ഒരു നിർമ്മാതാവിനെ ചെവിക്കുറ്റി നോക്കി അടിച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാക്കൊല ചെയ്തു അവര് എന്നെ നേരെ ഭയപ്പെടുത്തുകയും ഒച്ച വെക്കുകയും ബഹളം വയ്ക്കുകയും ഡെസ്കിലടിക്കുകയും. ഞാൻ എന്തിനാ അവരെ ഭയക്കുന്നത്? ഞാൻ അവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് വന്ന് സിനിമ ചെയ്ത ഒരാളൊന്നും അല്ലല്ലോ. ഇവരെന്നെ അടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു സജിച്ചേട്ടൻ. അതുകൊണ്ടാണ് സജിച്ചേട്ടൻ വന്ന് എൻ്റെ കൂടെ വന്ന് നിന്നത്. നിന്നാൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതിനെ ഭയപ്പെട്ടപ്പോഴാണ് അവരെന്നെ ഭയപ്പെട്ടത്. അസോസിയേഷനിലെ മെമ്പേഴ്സ് എല്ലാം ആരായി? ശശി ഉർവശി ചേച്ചി നാഷണൽ അവാർഡ് കിട്ടിയിട്ടും അതിനെ ചോദ്യം ചെയ്തൊരു വ്യക്തിയാണ്. ഈ മാടമ്പി സ്വഭാവമുള്ള 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറി. ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ. കേരളത്തിൽ കിട്ടുന്നത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ എവിടെ കിട്ടും? മോഹൻലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പിന്തുണ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുലിക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. സാന്ദ്ര തോമസ് ആണ് പുതിയ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കാൻ ചേരുന്നത്. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ ആദ്യമായി ചോദിച്ചത് ഇതായിരുന്നു. അത് ഈ ബൈലോ എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നത്. അവിടെയാണോ പലപ്പോഴും അവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉത്തരം മുട്ടുന്നത്? അത് വളരെ എവിഡന്റ് ആയിരുന്നല്ലോ. അതിനു മുമ്പ് ഞാനും ലിസ്റ്റിനും തമ്മിലുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ന്യൂസ് 18 ചാനലുണ്ട്. അത് കേട്ടിരുന്നോ? അതിൽ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലിസ്റ്റിന് ഉത്തരവില്ല. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററായിരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു മെമ്പർക്ക് ആനുവൽ മെമ്പർഷിപ്പ് കിട്ടാൻ എത്ര രൂപ അടയ്ക്കണം? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അത് സെക്രട്ടറിക്ക് അറിയാമെന്നാ. മനസ്സിലായോ? അദ്ദേഹത്തിന് അറിയില്ല. അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആനുവൽ മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനെ ഒരു ആനുവൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ ബൈലോയിലുണ്ട്. ബൈലോയിൽ 3000 രൂപ കൊടുത്താൽ ഒരാൾക്ക് ആനുവൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവരത് നിർത്തലാക്കി. വളരെ കുറച്ച് പേർക്ക് മാത്രം, അന്നത്തെ സമയത്തുണ്ടായിരുന്ന തുടക്കകാലത്തുണ്ടായിരുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ലൈഫ് മെമ്പർഷിപ്പ് കിട്ടിയേക്കുന്നത്. വേറെ ആർക്കും ഇല്ല. അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലും പുള്ളിക്ക് അറിയില്ല. അങ്ങനെ ഒരു ബേസിക് വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. അതെന്താ? ഡമ്മികളാണ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നോക്കുമ്പം ശ്രീ സിയാദ് കോക്കറും ശ്രീ ജി സുരേഷ് കുമാറും വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രാവശ്യം അവർ കമ്മിറ്റിയിലേക്കാണ് കൊടുത്തേക്കുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അവിടെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ ഈ ലിസ്റ്റിനെ പോലുള്ള ഡമ്മികളെ വെച്ച് ആരാണ് ഭരിക്കുന്നത്? സിയാദ് കോക്കറിനെ പോലുള്ള ആളുകൾ. അവരവിടെ അഴിമതി നടത്താൻ വേണ്ടി ഇതുപോലുള്ള ഡമ്മികളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇങ്ങനത്തെ ലിസ്റ്റിനെ പോലത്തെ ആളുകളെയാണ് അവിടെ കയറ്റി ഇരുത്തിയേക്കുന്നത്. അവർക്കറിയില്ല. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്താണ് അസോസിയേഷൻ, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ്, എത്രയാണ് ഒരു മെമ്പർ, ഒന്നും അറിയില്ല. അതല്ല, സെക്രട്ടറി പറയുമെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ മറന്നുപോയെന്ന് ഒരു ട്രഷറർ പറയാണ്, ഞാൻ മറന്നുപോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഫോൺ കോൺവെർസേഷനിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ലിസ്റ്റിന് ഓർമ്മയില്ലേ, ഞാൻ ഓർമ്മിപ്പിച്ച് തരാം എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോന്നും പറയുന്നത്. അവിടെയൊക്കെ ലിസ്റ്റിന് ഉത്തരം മുട്ടുന്നതാണ്. ലിസ്റ്റിന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ആണോ വിജയിപ്പിച്ചിരുത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരൊക്കെ എങ്ങനെ ജയിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒരു ജയവും തോൽവിയും ഇല്ല. കാര്യം ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ല. അതായത് ഇതുപോലെ നോമിനേഷനുമായി വരുന്നവരെ തന്നെ ഒതുക്കി മത്സരമില്ലാതെയാണ് ജയിക്കുന്നത്. മനസ്സിലായോ? മത്സരങ്ങൾ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് കീ പോസ്റ്റുകളിലേക്ക് ഇവരുടെ ആൾക്കാർ മാത്രം നിൽക്കും. വേറെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. ആരെങ്കിലും വന്നാൽ തന്നെ അവരോട് പറയും, ഇവരുടെ ഒഫീഷ്യൽ പാനൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇട്ട് തരാമെന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ കമ്മിറ്റി കയറി കൂടിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിൽ അവർ മറ്റൊരിടത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് അവർ പേടിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? കമ്മിറ്റിയിലേക്ക് ഒതുങ്ങും. അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ലാതെ ഇതുപോലെ ആ സ്ഥാനത്തേക്ക് അങ്ങ് കയറുക ചെയ്യുന്നത്. അത് തന്നെയാണ് ആൻഡോ ജോസഫ് ചെയ്തേക്കുന്നത്, പ്രസിഡന്റ്. എന്തിനാണ് ഈ വലിയ കളികളെല്ലാം നടത്തി, വൻ കളികളായിരുന്നു പുള്ളി ഈ പ്രസിഡന്റ് ആവാൻ വേണ്ടി. ഈ കളികളെല്ലാം നടത്തി പ്രസിഡന്റ് ആയതിനു ശേഷം പുള്ളി ലീവ് എടുത്തു. എന്തിനാ? അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ലീവ് എടുത്ത്? അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സെർവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം അതല്ല എന്നുള്ളത് പുള്ളി ക്ലിയർ ആക്കിയല്ലോ. അതാണല്ലോ എൻ്റെ അർത്ഥം. പുള്ളി ഇന്ന് വരെ അവിടെ ഇതിന് വന്നിട്ടില്ല, ഒരു മീറ്റിങ്ങിലും ഇല്ല, ഒന്നിലും ഇല്ല. പുള്ളി ലീവില്ല.
അപ്പോൾ പിന്നെ എന്തിനാണ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പുള്ളി കയറിയിരുന്നത്? അതിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ തുറന്നു കാണിക്കും എന്ന് അവർക്ക് അതിനെ ഭയപ്പെട്ടപ്പോഴാണ് അവരെന്നെ ഭയപ്പെട്ടത്. അപ്പോൾ അവരെന്നെ ഒറ്റപ്പെടുത്താനും ഞാനെന്തോ പ്രശ്നക്കാരിയാണ്, ഞാനെന്തോ മീഡിയ ഫ്രണ്ട്സിയാണെന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. എനിക്ക് മീഡിയ വരാനും ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? എനിക്ക് സുഖമായിട്ട് അഭിനയിക്കാമായിരുന്നല്ലോ. ആമേനും ആടും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ. ഇപ്പോഴും എന്നെ ആളുകൾ കാണുമ്പോൾ ചേച്ചി എന്താ അഭിനയിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? എന്തുകൊണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നു? ഓക്കെ, ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർ മെസ്സേജ് അയക്കും. ഞാൻ എല്ലാ മെസ്സേജും കാണാറുണ്ട്. അതിൻ്റെ ഇടയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞില്ലേ. കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വേറെ ഒരു രീതിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. വേറെ ആരും ഒരാളും ധൈര്യത്തോടെ വരാൻ എന്താ പറയുന്ന ഇന്നാണ് ഇപ്പം ശശി അയ്യഞ്ചിറ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നും ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് പല അഴിമതികളും നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ ഞാൻ നടത്തിയ ഈ ഫൈറ്റ് സത്യമാണെന്ന് കാണിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പോലെ ധൈര്യമുള്ള ഇനിയും മുന്നിലോട്ട് ആളുകൾ വരും, ഇനി ആളുകൾ വരും. കാര്യം ഇവരെന്നെ എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു അത്രയും ആളുകൾ വെളിയിലോട്ട് വരും. അവർ ഇത്രയും നാൾ മിണ്ടാതിരുന്ന് പുറകെ കൂടെ ഉള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. അതായത് മീഡിയക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തോ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: സാൻഡ്ര ഇന്നല്ല നാളെ പോവും, അല്ല ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കും, ഞങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അവരാണോ തീരുമാനിക്കേണ്ടത്? ഞാനിവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ ഞാൻ പോവും, അത്രേ ഉള്ളൂ. അത് അവരല്ല തീരുമാനിക്കേണ്ടത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആദ്യം 2016 കണക്ക് പ്രകാരം ഏകദേശം 610 അംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് ഗണ്യമായി കുറഞ്ഞപ്പോൾ ഏകദേശം 310 പേരാണ് KPIയുടെ സംഘടനയിലുള്ളത്. എന്താണ് ഈ കൊഴിഞ്ഞുപോക്കിന്റെ കാരണം? കൊഴിഞ്ഞുപോയതല്ല, പുറത്താക്കിയത്. അതായത് ചോദ്യം ചോദിക്കുന്നവരെ ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കുക എന്നൊരു രീതിയുണ്ട്. ഞാനും ഷീല കുര്യനും, ഈ ഷീല കുര്യൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിയപ്പോഴേക്കും ഷീല കുര്യന് കിട്ടി ഷോക്കോസ് നോട്ടീസ്. അവർ ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നെ അവർ പുറത്താക്കി. ഞാൻ തിരിച്ച് കോടതിയിൽ പോയി തിരിച്ചു കയറി. അതുപോലെ പുറത്താക്കിയവരാണ് ഈ കൂടുതൽ. ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ നമുക്ക് സബ് കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്യാൻ 1.5 ലക്ഷം രൂപ വരും, വക്കീൽ ഫീസും എല്ലാം കൂടെ ചേർത്ത്. അപ്പം ഇതെല്ലാവരെ കൊണ്ട് നടക്കൂ? ഇത് ഓരോ സിനിമ കഷ്ടപ്പെട്ടായിരിക്കും തിയേറ്ററിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ കേസും ഈ പൈസയുടെ കാര്യം പോട്ടെ, നമ്മുടെ മെന്റൽ നമ്മളെ മാനസികമായി ഇത് എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ സമയം, നമ്മുടെ എനർജി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്യേണ്ട ടൈമല്ലേ ഇതിനു വേണ്ടി കളയുന്നത്. ഞാനിപ്പം നിലം തൊടാൻ വണ്ണ, മനസ്സിലായോ? അപ്പോൾ പിള്ളേരിപ്പോൾ എന്നോട് പറയാണ്, അമ്മ ഞങ്ങളുടെ കൂടെ കളിക്കാത്തത് എന്താ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തത് എന്താ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുകയാണ്. പിന്നെ അവരൊക്കെ ഇതൊക്കെ ഇടയ്ക്ക് TV കാണുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്ക് മെൻ്റലി എനിക്ക് സമാധാനം വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും ഇരിക്കാനും അവരുടെ ഏറ്റവും നല്ല സമയമാണ് അല്ലേ. ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സന്തോഷം എന്താ, അവരുടെ ഹാപ്പിനെസ്സിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. അവർ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ വളർന്നു പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഞാൻ മിസ്സാക്കി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എൻ്റെ നല്ല സമയമാണ് ഞാൻ കളയുന്നതെന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണെന്നും അതിലെനിക്ക് നീതി കിട്ടുമെന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി നിൽക്കുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണ്. അവർ ഭാവിയിൽ അവർക്കെതിരെ ഒരു അന്യായം ഉണ്ടായാൽ അതിനെ തിരിച്ച് ചോദ്യം ചെയ്യണം, ആരെയും ഭയക്കാതെ തിരിച്ച് ചോദ്യം ചെയ്യണം എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് സാധാരണ എൻ്റെ പിള്ളേർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതൊന്നും അവരുടെ വിഷയങ്ങളല്ല. സ്ക്രൂട്ടിനിയുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് രാത്രി കയറി വരുമ്പം ഫ്രണ്ടിൽ എനിക്ക് വേണ്ടി നാരങ്ങാ വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പം അവർ തന്നെ ഉണ്ടാക്കി നാരങ്ങാ വെള്ളമായിട്ട് നിൽക്കുകയാണ്. വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ TV-യിൽ, അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, TV-യിൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്ലക്കാർഡ് പിടിച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്ലക്കാർഡൊക്കെ തന്നെ ഉണ്ടാക്കി ഇവിടെ നിന്ന് അവർ തന്നെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ഒരു സന്തോഷമുണ്ട്. കാര്യം അവർ പിന്നീടാണെങ്കിലും അവർക്കത് മനസ്സിലാവും. ഒരു അനീതി ഉണ്ടായാൽ അതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല പ്രതികരിക്കാൻ. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ
ആര് നമ്മൾക്കെതിരെ വാളും കൊണ്ട് വന്നാലും തോക്കും കൊണ്ട് വന്നാലും എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും എഞ്ചും പിരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം BSനെയൊക്കെ പോലെ ശക്തനായി നിന്നൊരു നേതാവായിരുന്നു. ആരെയും ഭയക്കാതെ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഭാഗത്തിന് ആയതുകൊണ്ട് എൻ്റെ ശരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഭയക്കാതെ. കാര്യം ഞാൻ ഭയന്നിട്ടുണ്ടെന്നേ, ഞാൻ ഒത്തിരി അവരെ ഭയന്നിട്ടുള്ള ഒരാളാ. അവരുണ്ടാക്കുന്ന ഭയപ്പാട് അത് ഏതൊരു വിധത്തിലാണ്? ഇപ്പൊ ഒരു തുറന്ന സദസ്സിൽ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഇപ്പം കണ്ടു. അപ്പൊ ഒരു അടച്ചിട്ട മുറിയിൽ എങ്ങനെയായിരിക്കും? ഒരു അടച്ചിട്ട മുറി. അതാണ് ഞാൻ ഇത്രയും നാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ അവരന്ന് ആ മുറിയിൽ അന്ന് അവരത്രയും പേര് 10-16 പേരിരുന്ന് എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. എന്നെ കൊല്ലാക്കൊല ചെയ്തു അവര് എന്നെ നേരെ ഭയപ്പെടുത്തുകയും ഒച്ച വെക്കുകയും ബഹളം വയ്ക്കുകയും ഡെസ്കിലടിക്കുകയും. അത് സീനിയർ ആയിട്ടുള്ള നിർമ്മാതാക്കളാണെന്ന് ആലോചിക്കണം. അത് അത്രയും പ്രായമുള്ള ആൾക്കാർ ഒച്ച വയ്ക്കുന്നു, അതും ആണുങ്ങൾ ഒച്ച വെച്ച് ബഹളം വെച്ച് ഡെസ്കിലൊക്കെ അടിച്ച് ഭയപ്പെടുത്തുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ലിറ്ററലി ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ശരിക്കും ഭയപ്പെട്ടു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് പേടിച്ച് ഞാൻ പിന്നെ ഇത് യൂസ്ഡായി, മനസ്സിലായ. പിന്നെ എനിക്കത് എന്തിനാ ഇവരാരെയും ഭയപ്പെടുത്തുന്നതെന്നുള്ളൊരു ഇതായി എനിക്ക്. ഞാൻ എന്തിനാ അവരെ ഭയക്കുന്നത്? ഞാൻ അവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് സിനിമ ചെയ്ത ഒരാളൊന്നും അല്ലല്ലോ. അവർ ചെയ്തതും സിനിമ, ഞാൻ ചെയ്തതും സിനിമ. പിന്നെ ഞാൻ എന്തിനാ അവരെ ഭയക്കുന്നത്? എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയാണത്. അവരാണ് കള്ളത്തരം ചെയ്തേക്കുന്നത്, അവരാണ് അഴിമതികൾ കാണിച്ചേക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവരെ ഭയക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചത്. PDCയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കോണ്ടന്റ്, അത് ഈ UFO പോലെ ക്യൂബ് പോലെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെന്നും ആ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കെട്ടിടത്തിലാണെന്നും അതിന് ഉള്ള കറണ്ടിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ അതിനുള്ള പണമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് ഇതിൽ നിന്നൊക്കെയാണുള്ള ആരോപണങ്ങൾ. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതിന്ന് ശ്രീ ശശിരഞ്ജന പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിൽ വഴിയെ. ഇതൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാനായിട്ടുള്ള നിയമസാധ്യത ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നിട്ടും ഇവര് ഈ നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി തുടങ്ങി. എന്നിട്ട് മമ്മൂക്കയും ലാലേട്ടനെയും കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ച് വലിയ ഇതൊക്കെ ഉണ്ടാക്കി അവരെ അസോസിയേഷനിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതുവഴി ഇപ്പം ഒരു സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു PVR-ഉമായിട്ട് സംബന്ധിച്ച്. അതായത് ഇതിന്റെ BPF, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് PVR വെക്കാത്തതിൽ സമരം ചെയ്തു തരുന്നത്. അത് ഇങ്ങനെയുള്ള ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലായിടത്തും വെപ്പിച്ചു. ഇപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അസോസിയേഷൻ്റെ തന്നെ ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് കേരളത്തിൽ 100ഓളം തിയേറ്ററുകളുണ്ട്. ഇതിൽ എത്ര തിയേറ്ററിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണ്ടന്റ് ഉണ്ട്? ഇല്ല. പേരിന് കണ്ണി പൊടിയിടാൻ വേണ്ടി ഓരോ തിയേറ്ററിലും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് അസോസിയേഷൻ്റെ തന്നെ തലപ്പത്തും കയറിയിരിക്കുക, മനസ്സിലായോ? എന്നിട്ട് ഈ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റിന്റെ പേരിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണ്. അത് എന്തെങ്കിലും പുറത്തു വരുമെന്നും അത് ഈ പറയുന്ന ബാക്കിയുള്ള നിർമ്മാതാക്കൾക്ക് അതിന്റെ പേരിൽ ഒരു KFPA എന്നൊക്കെ ഇട്ട് KFPA ആയിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? അതായത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായും KFPA എന്നുള്ള കമ്പനിയായിട്ടൊരു ബന്ധമില്ല. സാമ്യം മാത്രമേ ഉള്ളൂ. ഇല്ല. ഇപ്പൊ ഞാൻ എൻ്റെ പേര് ST എന്നിടുന്ന പോലെ ഇരിക്കും. അപ്പൊ ST എന്ന് എവിടെ കിട്ടാലും എൻ്റെ എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ST പ്രൊഡക്ഷൻസ് എന്ന് വേറെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് സാൻഡ്ര തോമസ് എന്നല്ല, അത് വെറും ST-യാ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത്. ഇതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ UFO ക്യൂബിന് ഇത് ത്രെട്ടായിട്ട് വന്നു കഴിയുമ്പോൾ UFO ക്യൂബ് വന്നിട്ട് പറയുകയാണ് ഞങ്ങളൊരു 200 കോടി രൂപ തരാം, നിങ്ങളിത് എനിക്ക് തന്നേക്ക് എന്ന് പറയുമ്പം ഇവരിത് കൊടുത്തു എന്നിരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ ഇവർ വന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വന്നാൽ എനിക്കിവിടെ മെമ്പർഷിപ്പ് വേണ്ട, എനിക്കിതുമായിട്ട് താല്പര്യമില്ല, ഞാൻ ഇതുമായിട്ട് ഇനി സഹകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷനിലെ മെമ്പേഴ്സ് എല്ലാം ആരായി? ശശി അല്ലേ? അവരുടെ ആയി ആ പൈസയിലാണ് ഇവരുടെ കണ്ണ്. അതുകൊണ്ടാണ് ഇവർ ഈ അധികാരസ്ഥാനം വിട്ടുകൊടുക്കാത്തത്, മനസ്സിലായോ? അത് മൊത്തം ഇത്രയും കോടികളാണ് അവരുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. ഇത് ഇത്രയും നിർമ്മാതാക്കളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്.
അത് ഇതൊന്നും ഇതുവരെ ഒരു നിർമ്മാതാക്കൾ അറ്റ്ലീസ്റ്റ് അവർക്ക് പെൻഷൻ വകയില്ലെങ്കിലും എത്രയോ നിർമ്മാതാക്കൾ കിടന്ന് കഷ്ടപ്പെടുന്നു, അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അതുപോലെ രീതിയിൽ എന്നാൽ പൈസ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത ചില നിർമ്മാതാക്കളുണ്ട്. അങ്ങനെയുള്ള നിർമ്മാതാക്കൾക്ക് ഒരാവശ്യമില്ലെങ്കിൽ പോലും അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. എത്രയാണ് കൊടുക്കുന്നത്? 2000 രൂപ 3000 രൂപ. ഇത് കിട്ടിയോണ്ട് എന്താവാനാ? പക്ഷെ അതുകൊണ്ട് കാര്യമുള്ള നിർമ്മാതാക്കളുണ്ട്. ഇപ്പം അന്ന് മീഡിയ എല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്കഷനകത്ത് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആക്രോശത്തോട് കൂടിയിട്ടാണ് സിനിമ എടുത്ത് കാണിക്കൂ, സിനിമ എടുത്ത് വിജയിപ്പിച്ച് കാണിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിൽ ഒരു ഡിസ്കഷൻ്റെ സ്വഭാവമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടറിയുടെ സ്വഭാവമായിരുന്നില്ല പുറത്തു വന്ന ഒരു ഫുട്ടേജിനും. ഇതേ രീതിയിൽ തന്നെ ആക്രോശിച്ചിട്ടാണോ എല്ലാ വട്ടവും ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ പ്രതികരിക്കുക? അതായത് അന്നത്തേത് ഒരു ഭയങ്കര പ്ലാനിങ്ങോടുകൂടി നടന്ന നാടകമായിരുന്നു. ആ നാടകത്തിൽ ഇവർക്ക് നാടകം പൊളിഞ്ഞത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വരണാധികാരിയോട് ചോദ്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇത് മറ്റ് അസോസിയേഷൻ ഇതെല്ലാം ഒരു കറക്ക കമ്പനി അല്ലേ എന്ന് ഞാൻ പറഞ്ഞവിടത്താണ് സുരേഷ് കുമാറിന് പിടിവിട്ടത്. മനസ്സിലായോ? അവിടെയാണ് നാടകം പൊളിഞ്ഞത്. അതിനു മുമ്പ് സിയാദ് കോക്കർ അത് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹം തന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങളിതൊന്നും വിറ്റ്നസ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കില്ല, സാറ് തീരുമാനിച്ചത് അങ്ങോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, സാറിനെ കൊണ്ട് തീരുമാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് സിയാദ് കോക്കർ വളരെ എവിഡന്റ് ആയിട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിയാദ് കോക്കർ പറയുന്നുണ്ട്, സാർ അങ്ങ് ചെയ്തോ, ഇതൊന്നും വിറ്റ്നസ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതായത് ആനുവൽ റിപ്പോർട്ടിലുണ്ട് നിങ്ങൾക്ക് സ്ക്രൂട്ടിനി സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അത് ഓഫീസറുമായി സംസാരിക്കാം, ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാനതേ ചെയ്യുന്നുള്ളൂ. അപ്പൊ സാറ് തീരുമാനിച്ചത് ചെയ്തോളൂ എന്നാണ് പറയുന്നത് സിയാദ് കോക്കർ. അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഈ പ്ലാൻ പൊളിഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ, ഭരണാധികാരിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഭരണാധികാരികൾക്ക് ഉത്തരവില്ല. അതിന് പകരം ഉത്തരം പറയാതെ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണെന്നാണ് പുള്ളി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ഉത്തരവില്ല. പുള്ളി ഉത്തരം മുട്ടുകയും ആ സമയം ഈ ചേംബറും മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും പോലെയുള്ള മറ്റ് സംഘടനകളിലും നിങ്ങൾ തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചവിടുത്തെ, ഇവർ തന്നെയാണ് എല്ലാ സംഘടനയിലും ഇരിക്കുന്ന അഴിമതികൾ കാണിക്കുന്നത്. മനസ്സിലായോ? അതിൽ ചേംബറിൽ മാത്രമാണ് ഈ തിയേറ്റർ അസോസിയേഷനും കൂടെ ഉള്ളത്. ബാക്കി എല്ലായിടത്തും ഇവർ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചവിടത്താണ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്ന് അപ്പോഴേക്കും പിടിവിട്ടു. എന്താണോ സുരേഷ് കുമാർ അത് വെളിയിലോട്ട് വന്ന് എൻ്റെ നേരെ ആക്രോശിച്ചത്. അപ്പം ഇതൊരു അടച്ചിട്ട മുറിയിലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എൻ്റെ ഒപ്പം സജി നന്ദിയായിട്ട് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ ഒന്ന് സംസാരിച്ചു, ഇവിടെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നീട് വീഡിയോയിലാണ് കാണുന്നത്. ഞാനപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം മീഡിയക്കാരെല്ലാവരും നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ സജിച്ചേട്ടനോട് ഞാൻ ചോദിച്ചത്, നീതിയുടെ കൂടെ നിൽക്കുമെന്ന് എല്ലായിടത്തും വിളിച്ചു പറയുന്ന സജിച്ചേട്ടൻ എന്തുകൊണ്ട് നിന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. അതും ഒരു വീഡിയോ ആയിട്ട് മനോരമ ഇട്ടിട്ടുണ്ടായിരുന്നു. തെറ്റ് കണ്ടാൽ പറയണ്ടേ ചേട്ടാന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ സജിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ വന്നല്ലോ, ഞാൻ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒപ്പം നിന്നല്ലോ, ഞാൻ അവിടെ സാൻഡ്രയുടെ ഒപ്പം വന്ന് നിന്നിരുന്നു. അത് സാൻഡ്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് ഭയം ഉണ്ടായിരുന്നു, സുരേഷ് എങ്ങാനും കയറി സാൻഡ്രനെ അടിക്കുവാനോ അത് സിയാദ് എങ്ങാനും കയറി അങ്ങനെ ചെയ്യുമോ. കാര്യം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, വേറൊരു പ്രൊഡ്യൂസറെ അടിച്ചിട്ടുണ്ട് ജനറൽ ബോഡിയിൽ. അതെ, ജനറൽ ബോഡിയിൽ എല്ലാ നിർമ്മാതാക്കളുടെയും മുന്നിൽ വെച്ച് പോലീസ് അകമ്പടിയോടുകൂടി വന്ന ഒരു നിർമ്മാതാവിനെ ചെവിക്കുറ്റി നോക്കി അടിച്ചിട്ടുണ്ട് സിയാദ് കോക്കർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്നെ അടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു സജിച്ചേട്ടൻ. അതുകൊണ്ടാണ് സജിച്ചേട്ടൻ വന്ന് എൻ്റെ കൂടെ വന്ന് നിന്നത്. എത്രയൊക്കെ സ്ത്രീവിരുദ്ധനാണ് എന്ന് മറ്റുള്ളവർ സജി നന്ദിയാട്ടിനെ കുറിച്ച് പറഞ്ഞാലും അവിടെ എനിക്ക് അയാളോട് റെസ്പെക്റ്റ് തോന്നി. അയാളൊരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം എൻ്റെ ഒപ്പം വന്ന് നിന്നു. ഞാനത് കണ്ടില്ലെങ്കിൽ പോലും പിന്നീട് ഞാൻ വീഡിയോ കാണുമ്പോഴാണ് കാണുന്നത്, ശരിയാണല്ലോ പുള്ളി ഒപ്പം നിന്ന്, ഞാനിങ്ങനെ വെക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് അല്ല ശരിയല്ല എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരാളല്ല, നിങ്ങൾക്കറിയാം, എനിക്കെതിരെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ജനകീയ കോടതിയിലൊക്കെ വന്ന് അവർക്കൊപ്പം നിന്ന് സംസാരിച്ച എനിക്കെതിരെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു അനീതി കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, അവിടെ ആരെങ്കിലും നോട്ടീസ് ചെയ്തോന്ന് എനിക്കറിയില്ല,
എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇവർ ആദ്യം ഒരു ഫ്രണ്ട് റോയിൽ ഇരുന്നിരുന്നത് സിയാദ് കോക്കർ, സജി നന്ദിയാട്ട്, സന്തോഷ് പവിത്രം, അങ്ങനെയുള്ള കുറച്ച് നിർമ്മാതാക്കളാണ്. അവിടെ ഇരുന്ന് സിയാദ് കോക്കർ വളരെ മോശമായിട്ട് എന്നെപ്പറ്റി കമൻറ്റ് ചെയ്ത സമയത്ത് സജി നന്ദിയാട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയി ഇപ്പുറത്തോട്ടിരുന്നു. വളരെ എവിഡൻ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് പോയി മാറിയിരുന്നത്. അത് അദ്ദേഹം കാണിച്ചൊരു മാന്യതയാണ്. മനസ്സിലായി? ഒരു സ്ത്രീയെ പറ്റി അസഭ്യം പറയുന്ന കേട്ടപ്പോൾ, എത്ര പ്രായമുള്ള മനുഷ്യൻ, 70 വയസ്സിന് മുകളിലുണ്ട് ഈ സിയാദ് കോക്കർ എന്ന് പറയുന്ന മനുഷ്യന്, എൻ്റെ പ്രായത്തിലുള്ളൊരു മകളുള്ള ഒരാളാണ്. എന്നിട്ടാണ് അവിടെ ഇരുന്ന് അസഭ്യം പറഞ്ഞത്. സജി നന്ദിയാട്ട് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് എന്നും ഞാനതിന് എന്താ പറയുക, നന്ദിയുള്ള ആളായിരിക്കും. നന്ദി മാത്രമല്ല, അത് ജനം മനസ്സിലാക്കണം. ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു വേർഷൻ കൂടെ ഉണ്ട്. മനസ്സിലായോ? അത് ഇപ്പം എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ കൊണ്ടല്ല അത് ചെയ്തത്. ഒരു സ്ത്രീയോട് വൃത്തികേട് കാണിച്ചതാണ്. മനസ്സിലായോ? വൃത്തികേട് കാണിച്ചതിൽ അത് ശരിയല്ല എന്ന് തോന്നുകയോ എഴുന്നേറ്റ് മാറിപ്പോയിരിക്കുകയും ചെയ്തു. 2-3 സന്ദർഭങ്ങൾ ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞിട്ട്, ഒന്ന് വസ്ത്രത്തെ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ പരസ്യമായി ഒരു സ്ക്രൂട്ടിനി പോലെ ഒരു കാര്യത്തിന് വരുമ്പോൾ അവിടെ കമൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവരെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് സുരേഷ് കുമാർ പറയുന്നു. ഇത്രയും മോശമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക, പരസ്പര ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് പുറത്ത് പറയുന്ന ആൾ സന്ധ്യ തോമസ് ആണോ? ആയിരിക്കാം. പുറത്ത് വന്ന് ആലോചിച്ച് നോക്കി, എല്ലാം പ്രബലരായ ആൾക്കാരാണ്. പണം കൊണ്ടും പ്രതാപം കൊണ്ടും എന്താ പറയുക, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം ശക്തരാണ്. അവർക്കെതിരെ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും? ഒരു ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും? പറ്റില്ല. സ്ത്രീ എന്ന് പോട്ടെ, പുരുഷന് പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ ഒരു സ്ത്രീ? അത് ഇനി മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രബലന്മാരിരുന്ന് ഇങ്ങനെ പറയുമ്പം അവർക്കെതിരെ പറഞ്ഞാൽ ഇൻഡസ്ട്രി മുഴുവൻ എഗെയിൻസ്റ്റ് ആവും എന്നാണല്ലോ പൊതുവേ നമുക്ക് തോന്നുന്നത്. ഇൻഡസ്ട്രി മുഴുവൻ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വരുമ്പോൾ അവരോടെല്ലാം ഇവർ പറയുന്നത് തന്നെ, ഇൻഡസ്ട്രി മുഴുവൻ എതിരാവുവേ, ഇനി പടം കിട്ടില്ലേ, ഇനി വെറും തെറ്റിദ്ധരിപ്പിക്കലാണിത്. ഇത് മാനിപ്പുലേഷൻ. എന്നിട്ട് ഞാൻ പടം ചെയ്യുന്നില്ലേ? ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പടം കിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാനാണല്ലോ അവരെ എതിർത്ത് നിൽക്കുന്നത്. ഞാൻ പടം ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? എന്ത് ചുക്ക് ചെയ്യാൻ പറ്റി അവർക്ക്? ഞാൻ പടം ചെയ്യുന്നുണ്ട്, എൻ്റെ പടം നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരാളെയും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് KFPയിൽ നിന്ന് സന്ധ്യ തോമസിനെ പുറത്താക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്? അതെ, തിരിച്ചു ചോദിച്ചപ്പോഴേക്കും ഷോക്കോസ് നോട്ടീസ് വന്നു. ഷോക്കോസ് നോട്ടീസിനുള്ള കാരണം എന്ന് പറയുന്നത് സുരേഷ് കുമാറിനോട് ഞാൻ ചോദിച്ചതാണ്. നിങ്ങളാരും എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് സിനിമ ചെയ്തവരല്ലല്ലോ ഞങ്ങളുടെ സ്വന്തം രീതിയിൽ പടം ചെയ്തവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് കാണണ്ട എന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചതാണ് എന്നെ പുറത്താക്കാനുള്ള ഷോക്കോസ് നോട്ടീസിൻ്റെ കാരണം. മാടമ്പികളാണ് അത് ആണ്. പക്ഷെ മാറാനുള്ള സമയമായി, മാറണം. അത് അവർ മാറിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ, മക്കള്, പെൺകുട്ടികളുള്ളവരല്ലേ, അല്ലെ ഭാര്യമാർ പറഞ്ഞു കൊടുക്കണ്ടേ? എൻ്റെ പ്രായത്തിലുള്ള മക്കളുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇപ്പൊ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നമ്മൾ ഈ അടുത്തത് കാണാൻ പോകുന്ന ഒരു സ്റ്റാറ്റസ്? എന്തായിരിക്കും കോടതി തീരുമാനിക്കേണ്ടത്? കോടതിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം പ്രഥമ ദൃഷ്ട്യാ ഒരു നീതികേടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നീതിപീഠത്തിൽ വിശ്വസിക്കുന്നു. എന്ത് സംഭവിച്ചാലും കാര്യം നിന്നാൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതെന്താണ് ഈ ഗ്രൗണ്ട് സപ്പോർട്ടിനെ പറ്റി ഇത്രയും ഉറപ്പ്? അതെവിടെ നിന്ന് വരുന്നത്? അത് ഞാൻ എല്ലാ നിർമ്മാതാക്കളോടും ഞാൻ സംസാരിച്ചു. എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ഇവർ ഈ കോക്കസ് ഒഴിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഈ കോക്കസ് എന്ന് പറയുന്ന 10-15 പേരാണ്. ഇവർക്ക് എല്ലാവർക്കും 5 വോട്ട് 4 വോട്ട് വെച്ചുണ്ട്. അതിൻ്റെ കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും അവര് പറയുമ്പം. ഓക്കെ, എനിക്ക് ഇത്ര വോട്ടുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താ? ഒരാൾക്ക് 5 വോട്ട് വെച്ചുണ്ട് അവർക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ഒറ്റ വോട്ടേ ഉള്ളൂ. അതാണ് പിടിച്ചോട്ടെ, എന്നാ പോലും ഞാൻ ജയിക്കും. അതാണ് ഈ മത്സരം വെക്കൂ എന്നിട്ട് സംസാരിക്കൂ എന്നുള്ള പറയാനുള്ള കോൺഫിഡൻസിന്റെ കാര്യം. അതെ, അതില്ലാത്തത് കൊണ്ടല്ലേ അവര്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഞാൻ തോക്കുമെന്ന് അവർക്ക് ഉറപ്പാണെങ്കിൽ എന്നെ അവർ നിർത്തി തോപ്പിച്ചാ പോരെ. ഒരു പ്രതിപക്ഷത്തെ പോലെ ഭയക്കുന്നുണ്ട്. പിന്നെ അവര് എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, എതിരില്ലാതെ ജയിക്കാൻ അവർ നോക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്ന നോമിനേഷൻ കൊണ്ടുവരുന്ന ആളെ ഒന്നിലെ പൈസ കൊടുത്ത് ഒതുക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റ് കൊടുത്ത് അവരെ ഒതുക്കും. ഇതാണ്
അല്ലെങ്കിൽ അവർക്ക് ചേംബറിൽ പൊസിഷൻ കൊടുക്കും. ഈ ബാർഗൈനിങ് ഇങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും ഒരേ ആൾക്കാരായിരിക്കുന്നേ. ഈ ബാർഗൈനിങ് എന്ന് പറയുന്നത് ഇവരിവിടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ അപ്പുറത്ത് പോസ്റ്റ് തരാമെന്ന് പറയും. കാര്യം ഇവിടെ ശരിക്കും ഇപ്പം അപ്പുറത്തേക്കുള്ള, അതായത് ചേംബറിലേക്കുള്ള തുണിയും പ്രസിഡന്റിന്റെ തുണിയും തയ്പ്പിച്ചിരിക്കുകയാണ് അനിൽ തോമസ്. മനസ്സിലായി? അനിൽ തോമസ് അവിടെ പ്രസിഡന്റ് ആവേണ്ടി എന്ത് യോഗ്യതയുണ്ട് അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കേരള ചേംബറിന്റെ പ്രസിഡന്റ് ആവാനായിട്ട്? ഏത് പടമാണ് ചെയ്തത്? ആകെപ്പാടെ മിന്നാമിനിങ് എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈറ്റസ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറെ പറ്റിച്ചുണ്ടാക്കിയ സിനിമ. സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മറ്റൊരു നിർമ്മാതാവിനെ പറ്റിച്ചുണ്ടാക്കിയേക്കുന്നതാണ് അതൊക്കെ. അല്ലാതെ ശരിക്കും ഈ പറയുന്ന അനിൽ തോമസ് ഒന്നും നിർമ്മാതാവല്ല. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ മുറികൾ അനധികൃതമായി ഉപയോഗിക്കുന്നു, അവിടെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു, ലൈംഗികപരമായി പോലും. അതിനെപ്പറ്റിയൊക്കെ എന്ത് രീതിയിലാണ് ഇനി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ പോകുന്ന ഭാവിയിൽ? അതായത് ഞാൻ എൻ്റെ ഒരു ഇഷ്യൂ വന്നിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇത് ആരും സംസാരിച്ചില്ല, അത് വിട്ടു. മീഡിയ പോലും ഏറ്റെടുക്കരുത് മീഡിയയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിട്ടുകളഞ്ഞു. പക്ഷേ ഇന്ന് അസോസിയേഷനിൽ തന്നെ മറ്റു പല അംഗങ്ങളും കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിന് മറുപടി തരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ അവർക്ക് ഈ അധികാരം വിട്ടുതരാൻ മടി. അവിടുത്തെ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട് ഇവർ ദിവസങ്ങളോളം എന്നുള്ള ആരോപണവും ഈ പറഞ്ഞ പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അത്രയും അധിക ദിവസം ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്? ഉണ്ട്. അത് മറ്റുള്ള നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നുമില്ല. ഇപ്പം ഒരു സ്ത്രീ നിർമ്മാതാവ് അവർ രാത്രി അവരുടെ മകനെ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി അസോസിയേഷനിലെ റൂം തരാം, സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമല്ലോ, റൂം തരാമോ, രാവിലെ അവരുടെ വീട് ദൂരെയാണ്, അപ്പം പോകാൻ വേണ്ടി രാവിലെ പൊക്കോളാം, ഇപ്പം രാത്രി റൂം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. മറ്റൊരു നിർമ്മാതാവിന് ഒരു സ്ത്രീ എന്നുള്ളൊരു കൺസിഡറേഷനെങ്കിലും കൊടുക്കണ്ടായിരുന്നു, ചെയ്തില്ല. മറ്റൊരു നിർമ്മാതാവിന് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാ ആ ബിൽഡിംഗ് പണിതിട്ടേക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് പണിതേക്കുന്നത്? അതുകൊണ്ട് ആർക്കാ ഉപയോഗം? ഈ എല്ലാ മാസവും കണക്ക് ബോധിപ്പിക്കുന്ന ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്നൊരു നിമിഷം നിർത്തലാക്കി. അതിന് പിന്നത്തെ കാരണം വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെയും. കാരണം വളരെ ക്ലിയർ ആണല്ലോ, ലിസ്റ്റിനാണ് അതിൻ്റെ കാരണം. അത് നിർത്തലാക്കിയതിൻ്റെ കാര്യം, ലിസ്റ്റിൻ്റെ 2 സിനിമകൾ വന്നപ്പോൾ നിർത്തി. ലിസ്റ്റിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയും മൂൺ വാക്കും വന്ന സമയത്ത് ഇത് നിർത്തി. അതിനു മുമ്പ് വരെ മറ്റൊരു നിർമ്മാതാവിൻ്റെ ലാഭവും നഷ്ടവും വെളിയിൽ വന്ന് പറയാൻ ഇവർക്ക് എന്തധികാരം? എന്തിനാണ് ഇവരത് പറയുന്നത്? ഇവരെ ആരെ ഏർപ്പെടുത്തിയത്? മറ്റൊരു നിർമ്മാതാവ് അത് അതും ശരിയായ കണക്കല്ല. എന്തിനാണ് അങ്ങനെ വന്ന് പറഞ്ഞത്? അത് ഇതിൻ്റെ OTTയെയും അതിൻ്റെ സെയിലിനെയും എല്ലാം ബാധിക്കുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റവും വലിയ സ്കാം, ഈ ആളെ കയറ്റുന്ന പരിപാടി, അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ലേ? എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ലിസ്റ്റിന് നഷ്ടമൊന്നുമില്ല, ആളെ കയറ്റിയാലും ലിസ്റ്റിന് നഷ്ടമൊന്നുമില്ല. എല്ലാ പടത്തിനും ലിസ്റ്റിന് ആളെ കയറ്റി പടം വിജയമാക്കി കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഇറങ്ങിയ പടങ്ങളെല്ലാം വിജയമാണെന്ന് ലിസ്റ്റിൻ കാണിക്കുന്നത് എങ്ങനെയാണ്? തിയേറ്റർ ഫുൾ ഹൗസ് ആക്കി ആളെ കയറ്റിക്കൊണ്ടിരിക്കുക. ലിസ്റ്റിന് എന്താ നഷ്ടം? ടാക്സ് മാത്രമല്ലേ നഷ്ടമുള്ളൂ. പ്രൊഡ്യൂസർ ലിസ്റ്റിൻ, ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൻ, തിയേറ്റർ ഓണർ ലിസ്റ്റിൻ. അപ്പോൾ ഈ പൈസ എല്ലാം ലിസ്റ്റിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്, ഇറക്കുന്ന പൈസ. ആകെ നഷ്ടം ഈ ടാക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പടം വിജയമാക്കി കാണിക്കുമ്പോൾ അവിടെ ലാഭം എന്താണ്? OTTയും സാറ്റലൈറ്റും വലിയ വിലയ്ക്ക് വിൽക്കാം. കുറച്ച് സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് കൂടി ഉണ്ടല്ലോ നമുക്ക്, സാന്ദ്ര അല്ലാതെ. ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ സോഫിയ ഉണ്ട്, അല്ലെങ്കിൽ ഷീലു എബ്രഹാം ഉണ്ട്, അങ്ങനെ കുറച്ചധികം പേരുണ്ട്. ഇവരുടെയൊക്കെ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ചേർത്ത് നിർത്തൽ ഏത് വിധത്തിലാണ്? മാനസികമായി ഈ പറഞ്ഞ 2 പേരുടെയും മാനസിക പിന്തുണ എനിക്ക് വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും. പിന്നെ ഷീലു ചേച്ചിക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല, അവരുടെ ഹസ്ബൻഡിനാണ് ഉള്ളത്. ഷീലു ചേച്ചി എനിക്ക് തോന്നുന്നു അമ്മയിലാണ് ഉള്ളത്, ഇവിടെ ഇല്ല. പിന്നെ സോഫി ചേച്ചി തീർച്ചയായിട്ടും ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, സാൻഡ്രയ്ക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ വരും. അവിടെയുള്ള അനീതികളും കാര്യങ്ങളെല്ലാം എനിക്കറിയാം, ഞാനും അതിന് ഒരു വിക്റ്റിമാണ്. പക്ഷെ എന്നാൽ പോലും
ഞാൻ വോട്ട് ചെയ്യാൻ പോലും വരണമെന്ന് ഞാൻ ഓർത്തല്ല, പക്ഷേ സാൻഡ്ര നിൽക്കുന്നുണ്ടെങ്കിൽ സാൻഡ്രയ്ക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ വരും എന്ന് സോഫിയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു അവരുടെ പാനലിൽ തന്നെ സോഫിയ ചേച്ചി വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നുണ്ട് ഈ ഒഫീഷ്യൽ പാനലിൽ. തീർച്ചയായിട്ടും മാനസിക പിന്തുണ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ മോഹൻലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പിന്തുണ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇൻ വേർഡ്സ്? അതെനിക്ക് മാനസിക പിന്തുണ തന്നു. പിന്നെ അവരെല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശക്തമായി മുന്നോട്ട് പോകണം, പുലിക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സംഘടനയിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എക്സ്പെൽ ആയിട്ടുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ആളുകളെ എതിർത്തുകൊണ്ട് സാന്ദ്ര തോമസിന് ഇപ്പോൾ പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്താ പാട്? ഒരു പാടുമില്ല. ഇതൊക്കെ ഇവർ കാണിക്കുന്നതല്ലേ, ഇതൊക്കെ ഗിമിക്ക് മാത്രമാണ്. അത്രേ ഉള്ളൂ. ആകെപ്പാടെ സംഘടനയിലുള്ള 316 പേരാ. അതിൽ തന്നെ ഇവരുടെ ഡബിൾ വോട്ടുകൾ, ട്രിപ്പിൾ വോട്ടുകൾ ഒക്കെയാണ് ഈ പറഞ്ഞ കൂടുതലും. ശരിക്കുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 250 പേരായിരിക്കാം. അതാണ് ഒരു വർഷം തന്നെ സിനിമകൾ എത്ര എണ്ണം ഇറങ്ങുന്നത്, മനസ്സിലായി? അപ്പൊ ഇത്ര വർഷങ്ങളായിട്ടുള്ള ഇതില്ലേ. ഇതിന് പുറത്ത് സിനിമകൾ ചെയ്യുന്നവരാണ് അധികവും എന്നല്ല മെജോറിറ്റിയും. അസോസിയേഷന്റെ പിൻബലമില്ലാതെ സിനിമ ചെയ്യുന്നവരാണ്. പിന്നെ ഇവരെയൊക്കെ പിഴിഞ്ഞ് പൈസ മേടിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് ടെമ്പററി മെമ്പർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ സീൽ ചെയ്ത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മുട്ടാപ്പൊക്കെ. പക്ഷെ വിനയൻ സാറ് ഇവർക്കൊക്കെ എതിർത്ത് പടം ചെയ്ത ആളല്ലേ. ഇതൊക്കെ എതിർപ്പുണ്ടായിട്ടും പടം ചെയ്ത ആളാണ്. എല്ലാ സംഘടനകൾക്കും എതിരായിട്ട് നിന്നിട്ട് പോലും അദ്ദേഹം എനിക്ക് മുമ്പേ ഇവരുടെ നെഞ്ചത്ത് കൊടുവാള് വെച്ച് വെട്ടിയ ആളാണ് ശ്രീ വിനയൻ സാറ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പോരാളികൾ എന്നും ഉണ്ടാവും. എനിക്ക് ശേഷവും ആളുകൾ ഉണ്ടാവും. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും സിനിമകൾ ഈയിടെയായി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സിനിമകൾ ചെയ്ത കാലഘട്ടം മറ്റൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറകൾ വന്നിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ പാനലിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരു സംഘടനയെ നയിക്കുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളും സംഘടനയ്ക്കുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടില്ലേ. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ മനസ്സിലാക്കാത്തവർ അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന നിർമ്മാതാവ് BBK മേനോൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഭയങ്കര പ്രതാപിയായ നിർമ്മാതാവായിരുന്നു. അനുഗ്രഹ പ്രൊഡക്ഷൻസ്, ദേവാസുരം ഒക്കെ ചെയ്ത് ഡെയ്സി ഒക്കെ ചെയ്തിട്ടുള്ള നിർമ്മാതാവ്. അതിനുശേഷം പിന്നെ പുള്ളി സിനിമ ചെയ്തിട്ടില്ല. എത്ര കാലം കഴിഞ്ഞു? സിനിമ മാറിയില്ലേ? ഇത് ടെക്നിക്കലി എല്ലാ രീതിയിലും സിനിമയുടെ കച്ചവട സാധ്യത എല്ലാം മാറി. എല്ലാ തരത്തിലും സിനിമ മാറി. അദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ കമ്മിറ്റിയിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ് കാര്യം? എന്താണ് മലയാള സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം വിശാഖുമായിട്ട് ഫോണിൽ സംസാരിച്ച സമയത്ത് വിശാഖ് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. വിശാഖിനോട് ഞാൻ ചോദിച്ചു, വിശാഖ് കഴിഞ്ഞ 2 വർഷം നിങ്ങൾ എന്താണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടി ചെയ്തത്? ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ 2 വർഷം കൊണ്ട്, അല്ല 5 വർഷം എടുത്തു അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ 1 മിനിറ്റ് പോലും വേണ്ട, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്തോടത്താണ് 5 വർഷം എടുത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് എന്നിട്ട് അതിൽ കണ്ടന്റ്, എന്ത് പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ അതിനകത്ത് ചെയ്തേക്കുന്നത്? ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? അതിനകത്ത് ആകെപ്പാടെ ഒരു ശ്രീ സുരേഷ് ഗോപി ഒരു വെൽക്കം മെസ്സേജ് പറയുന്നതല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു കണ്ടന്റും പ്ലാൻ ചെയ്യാതെ. നിങ്ങൾക്കറിയാലോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പും അതിന് ശേഷവും നമുക്ക് എത്ര പ്ലാനിങ് വേണമെന്നുള്ളത്, എത്ര കണ്ടന്റ് പ്ലാൻ ചെയ്യണം. ഒന്നുമില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചേക്കുന്നു, മനസ്സിലായി? അതിൻ്റെ പേരിൽ കുറേ പൈസ അടിച്ച് മാറ്റിയേക്കുന്നു. അതാണ് ഈ കമ്മിറ്റി ആകെപ്പാടെ ചെയ്ത കാര്യമാണ്, മനസ്സിലായോ? ആകെപ്പാടെ കഴിഞ്ഞ കമ്മിറ്റി ചെയ്ത കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിനകത്ത് തന്നെ കണ്ടന്റ് ഇല്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ. ഇനി എന്താണ് അടുത്ത കണ്ടന്റ്? സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു നടപടിക്രമങ്ങളില്ല, കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല, പക്ഷെ ഒരു സംഘടനയുണ്ട്. കഴിഞ്ഞ കമ്മിറ്റി എന്താണ് ചെയ്തേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിലുള്ള ഒരാൾക്ക് സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ അവിടെ പോയിരുന്ന് അസോസിയേഷൻ്റെ ചെലവിൽ ഭക്ഷണവും കഴിച്ച് പിരിയുന്നത്? അവർക്കൊരു ഇന്നത്തെ കാലഘട്ടം അറിയില്ലേ? അവർക്കൊരു സൂം മീറ്റിംഗ് ചെയ്താൽ പോരെ? എന്തിനാണ് അവിടുത്തെ കറണ്ട് ചാർജ് കളയുന്നത്? എന്തിനാണ് അവിടുത്തെ സ്റ്റാഫിനെ വരുന്നത് മെനക്കെടുത്തുന്നത്? എന്തിനാണ് ഈ പറയുന്ന പോലെ ഫുഡും ചെലവും ഇതെല്ലാം വെറുതെ അവർക്ക് വന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി അവിടെ കയറിയിരുന്ന് കള്ളും കുടിച്ച് അർമാദിക്കുക? എന്തിനാണ് ബാക്കിയുള്ള നിർമ്മാതാക്കളെ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പൈസ ഉപയോഗിക്കുന്നത്?
ഈ എത്രമാത്രം ആണ് ഈ മെമ്പർഷിപ്പ് തുക, അല്ലെങ്കിൽ എത്രമാത്രമാണ് ഒരു പ്രൊഡ്യൂസറിന്റെ നിന്ന് പിരിക്കുന്നത് KFPA? 1 ലക്ഷം രൂപ, ഇപ്പൊ 1.5 തോന്നുന്നു. അപ്പൊ ഇതെല്ലാം അതൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അവർക്ക്? ഇതൊക്കെ വീട്ടിൽ പുട്ടടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഇതൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതാണ് മറ്റൊരാൾ അവിടേക്ക് വരാൻ അവർ സമ്മതിക്കാത്തത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു വിജയമില്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷമായിട്ട് എങ്ങനെ നിലനിൽക്കാൻ സാന്ദ്രയെ അനുവദിക്കാത്തത് അവരുടെ ഈ കൊള്ളരുതായ്മകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ്. അതെ അതെ, അത് ഇപ്പം ശ്രീ സന്ദീപ് സേനൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കീ പോസ്റ്റിൽ എന്തായാലും വരില്ല, അത് നമ്മൾ നിർത്തില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എങ്ങാനും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂട്ടരാജി വെച്ചാൽ മതി. പുതിയ കാലഘട്ടത്തിലെ ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചോണം. ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സന്ദീപ് സേനനെ പോലെ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. സ്ത്രീയായി നിലനിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പോരാട്ടം നയിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഫാമിലി അവര് തരുന്ന സപ്പോർട്ട് ചെയ്ത വിധത്തിലാണ്. അതാണല്ലോ എൻ്റെ സ്ട്രെങ്ത്, അതല്ലേ? അത് എൻ്റെ പപ്പയും മമ്മിയും ആണെങ്കിലും, എൻ്റെ അനിയത്തി ആണെങ്കിലും, അവരുടെ ഫാമിലി ആണെങ്കിലും, എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും, ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും, എൻ്റെ മക്കളാണെങ്കിലും, ഇതിലേക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയാണ്. അവരെനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തല്ലേ ഈ ടൈമും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇൻ്റർവ്യൂ, മീഡിയ, ഇതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതത്തെ കൂടെ അല്ലേ ബാധിക്കുന്നത്. സ്വകാര്യത എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിപ്പം അതൊരു രഹസ്യമാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ചോര വെളിയിലോട്ട് വരുന്നത് പോലെയാണ്. മനസ്സിലായോ? അത് ആ സ്വകാര്യതേനെയാണ് ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത്. എന്നാലും അവരെല്ലാവരും ഞാൻ നിൽക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പൊരുതുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും വളരെ ശക്തമായി കൂടെ നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കട്ട എന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്, ഞങ്ങളുണ്ട് കൂടെ. ഈ ബുർക്കയായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഹസ്ബൻഡ്? ഞാനങ്ങനെ ഐഡിയ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ എൻ്റെ മമ്മി ആക്ച്വലി എന്നോട് അത് പറയണേ. മമ്മി എന്നോട് കാഷ്വലി സംസാരിച്ച കൂട്ടത്തിൽ മമ്മി എന്നോട് പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ അടുത്ത് പോണേ പർദ്ദ ഇട്ടല്ലാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് എനിക്ക് ഈ പർദ്ദ എന്നുള്ളൊരു സാധനം കിട്ടുന്നത്. അപ്പം ഞാൻ അതിടാനുള്ള കാരണം, ഞാൻ ഇവരെൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളും എന്ന് വ്യക്തമായി. അവരെല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാൻ ഈ വരണാധികാരിയെ പോയി കണ്ടു. ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാവും. അപ്പം ഞാൻ എന്താണെന്നുള്ള പുള്ളിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നു ഞാൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഭാഗത്താണ് ന്യായം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്, എനിക്ക് വയസ്സായി, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല, മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്സഹായമായിട്ടാണ് ഇറങ്ങിയത്. കാര്യം എനിക്കറിയാം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ശരിയാണെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നിവൃത്തികേട് കൊണ്ട് പുള്ളി തള്ളുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ബുർക്കയിട്ട് പോയത്. അതെൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു, എൻ്റെ ഒരു ഗതികേടിൻ്റെ ഭാഗമായിരുന്നു, എൻ്റെ പ്രൊട്ടസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഇപ്പം തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ അങ്ങനെയൊക്കെ ചെന്ന് എത്ര തൊലിക്കട്ടി എനിക്കുണ്ടോ എന്നൊക്കെ എനിക്ക് അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പരകായ പ്രവേശം നടന്ന പോലെ ആയിരുന്നു. ഞാൻ മീഡിയനെ ആയിട്ട് സംസാരിച്ചതാണേലും ഒക്കെ എനിക്ക് എവിടുന്ന് കിട്ടി എനിക്ക് ഇത്ര ധൈര്യം എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സാന്ദ്ര തോമസ് എഴുന്നേറ്റ് എന്ന ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ തന്നെ സമാനമായി തുടർ ദിവസങ്ങളിൽ ആ സംഭവമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന പോലെ പുഷ്പവതി എഴുന്നേറ്റ് നിന്ന് കോൺക്ലേവിനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രം ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ സാർ ഉദ്ദേശിക്കുന്നതെന്ന് അടൂർ ഗോപാലകൃഷ്ണനോടാണ് ചോദ്യം ചോദിച്ചിരുന്നത്. ആ സംഭവം കണ്ടിരുന്നു. പിന്നെയും സ്ത്രീകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പെട്ടെന്ന് പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷവും അഭിമാനവും. ഒരാളെ വിട്ടുപോയി, ഉർവശി ചേച്ചി. അതെ, ഉർവശി ചേച്ചി ഈ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്ന ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടും അതിനെ ചോദ്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഉർവശി ചേച്ചി, പുഷ്പവതി ചേച്ചി, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പല പോസ്റ്റുകൾ വരുന്നുണ്ട് ഞങ്ങളെ 3 പേരെയും വെച്ചുകൊണ്ട്. അപ്പം അത് ഈ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഈ മാടമ്പി സ്വഭാവമുള്ള 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറി. അവനവൻ്റെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ അത് സംസാരിച്ചിരിക്കും. അത് ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ. നമുക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്ന അത്രയും, അല്ലെങ്കിൽ നമുക്ക് ഈ
കേരളത്തിൽ കിട്ടുന്നത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ എവിടെ കിട്ടും? വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല കേരളത്തിൽ കിട്ടുന്നത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പം നമ്മളിവിടെ അഭിമാനത്തോടെ പറയാം, നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചവരാണ്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളവരാണ്, നമ്മൾ ചോദ്യം ചെയ്തിരിക്കും, അത് തിരുത്തപ്പെടേണ്ടതിനെ തിരുത്തിയിരിക്കും. നിയമത്തെ പറ്റി കൃത്യമായി ബോധ്യമുള്ള, അവകാശങ്ങളെ പറ്റി കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാന്ദ്ര തോമസ് തുടരട്ടെ. സത്യം വിജയിക്കട്ടെ. താങ്ക് യു. നമസ്കാരം.